സർ, ഇതിനകത്ത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി പ്രതികൾ ആര് എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആ പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ പോലീസിന്? ഇതിപ്പോൾ നമ്മൾ കുട്ടിയെ കിട്ടിയിട്ടുള്ള ഒരു ഭാഗത്തുള്ള മെഡിക്കൽ പരിശോധനയുടെ ഒരു ഇടയിലാണ്. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചൊരു ഭാഗമാണ്, എങ്ങനെ ആ കുട്ടി അവിടെ എത്തി എന്നുള്ളതിനെ പറ്റിയിട്ട് കൂടുതലായിട്ടുള്ള വ്യക്തത വരുത്തേണ്ടതുണ്ട്. പ്രാഥമികമായിട്ടുള്ള മെഡിക്കൽ പരിശോധനയ്ക്കും അതിനുശേഷമുള്ള ഇപ്പോൾ SIT കൊണ്ടുപോയിട്ടുണ്ട് കുട്ടിയെ. അതിനുശേഷം മാത്രമേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ വേണ്ടി കഴിയുള്ളൂ. സംശയം, നമ്മൾ അതിന് മുൻപും പോലീസ് വ്യാപക പരിശോധന കൊച്ചുവേളി പരിസരത്ത് നടത്തിയിട്ടുണ്ട്. അപ്പോഴൊന്നും കുഞ്ഞിനെ കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ ഇത് കുറച്ച് നേരം മുമ്പ് കൊണ്ട് വെച്ചതാണെന്ന് സംശയിക്കുന്നുണ്ടോ? അത് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയിട്ട് ഇപ്പോൾ ഞാൻ പറയുന്നില്ല. അത് കൂടുതലായിട്ടുള്ളൊരു അനാലിസിസ് നടത്തേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റേജിൽ, കാരണം നേരത്തെ അവിടെ പരിശോധന നടത്തുന്ന സമയത്ത് കുട്ടിയുടെ ശബ്ദമോ കാര്യങ്ങളൊന്നും കേട്ടിരുന്നില്ല. അങ്ങനെ ഒരു അൺകോൺഷ്യസ് ആയ ഒരു സ്റ്റേജിലായിരുന്നു കുട്ടിയെ കണ്ട് കിട്ടിയിരുന്നത്. പക്ഷേ അതിൽ കൂടുതലായിട്ടും മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് വിദഗ്ധമായ പരിശോധനകൾക്കും അന്വേഷണങ്ങൾക്കും വിധേയമാവേണ്ട കാര്യമാണ്. അത് കൂടുതലായിട്ട് ഇത് പരിശോധനകൾക്ക് ശേഷം പറയേണ്ട ഒരു കാര്യമാണ്. അത് കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷം മാത്രമേ ഈ ഒരു കാര്യത്തിൽ പറയാൻ വേണ്ടി കഴിയൂ. ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകളും ഞങ്ങൾ ചെയ്തിരുന്നു. അതിൻ്റെയും കൂടെ ഭാഗമായിട്ടാണ് നമുക്ക് അവസാനം കുട്ടിയെ കണ്ടെത്താൻ വേണ്ടി ഇന്ന് അതിരാവിലെ മുതൽ പരിശോധിച്ച CCTV ക്യാമറകളിൽ ഒന്നും തന്നെ ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ളൊരു ഭാഗം, എന്നിരുന്നാൽ പോലും നമുക്കവിടെ കൃത്യമായി ഈ ഒഫൻസ് നടക്കുന്ന ഒരു സ്ഥലത്ത് ക്യാമറ ഇല്ലാത്തതിൻ്റെ ഒരു പരിമിതി ഉണ്ടായിരുന്നു അന്വേഷണ സമയത്തെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ എന്നിരുന്നാൽ പോലും ആ ഭാഗത്തൂടെ പാസ് ചെയ്ത ഓൾ സയൻസ് മുതൽ ചാക്ക വരെ പോകുന്ന ആ റോഡിലേക്ക് പാസ് ചെയ്ത മുഴുവൻ വെഹിക്കിൾസും പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷ്വൽസുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നടത്തി വരുന്നുണ്ട്. അതിനിയും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. ഇത് അതിനെ പറ്റിയിട്ടൊന്നും ഈ ഒരു അവസരത്തിൽ ഞാൻ പ്രതികരിക്കുന്നില്ല. കാരണം അത് കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ എനിക്ക് പറയാൻ വേണ്ടി കഴിയുള്ളൂ. പോലീസിനെ പേടിച്ച് ഉപേക്ഷിച്ചതാണെന്ന് കരുതുന്നുണ്ടോ? ഈ നമ്മൾ ആദ്യം മുതലേ പരിശോധിക്കുന്നതിൻ്റെ ഇടയിൽ ഈ കുട്ടിയെ കൊണ്ടുപോയി എന്ന് പറയുന്നതിന് തക്കതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ആ സ്പോട്ടിലുള്ള ക്യാമറകളോ ബാക്കി കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് ഈ സ്ഥലം കുറച്ചുകൂടെ മാറി നിൽക്കുന്നു. എന്തായാലും 20 മണിക്കൂറിന് ശേഷം വലിയ ആശ്വാസത്തിന്റെ വാർത്ത കേരളത്തിലേക്ക് എത്തുകയാണ്. തിരുവനന്തപുരത്ത് കാണാതായ നാടോടി ദമ്പതികളുടെ കുഞ്ഞിനെ വളരെ സുരക്ഷിത ആരോഗ്യവതിയെ കണ്ടെത്തിയിരിക്കുന്നു. പോലീസ് ആ സമയം 20 മണിക്കൂറും പോലീസ് ഭഗീരഥ പ്രയത്നം നടത്തുകയായിരുന്നു. ഉറപ്പായും എടുത്തുകൊണ്ട് പോയവർ കുഞ്ഞിനെ ഉപേക്ഷിച്ചത് പോലീസ് ഇടം വലം തിരിയാനാകാതെ പോലീസ് മുറിക്കിയതുകൊണ്ട് മാത്രമാണ്. പോലീസ് ആ വിഷയത്തിൽ അഭിനന്ദനം അർഹിക്കുന്നു, ബിഗ് സല്യൂട്ട് അർഹിക്കുന്നു. മാധ്യമ ജാഗ്രത, എൻ്റെ സഹപ്രവർത്തകർ ആ വിഷയത്തിൽ അഭിനന്ദനം അർഹിക്കുന്നു. എന്തായാലും ഈ രാത്രി സങ്കടത്തിൻ്റെ, ഒരു കണ്ണീരിൻ്റെ രാത്രിയല്ല, ഒരു സന്തോഷത്തിൻ്റെ രാത്രി തന്നെയാണ്.